നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പവി ദ കെയർ ടേക്കർ എന്ന സിനിമയുടെ വിശേഷമാണ്. നടൻ വിനീത് കുമാറാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. 2.5 മണിക്കൂറുള്ള സിനിമയാണ്. മനോരമ മാക്സ് കൂടി കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സിനിമയുടെ OTT റിലീസ്. ഏതാനും മാസങ്ങൾക്ക് മുന്നേ തിയേറ്ററിൽ ഇറങ്ങിയ സിനിമയാണ്. പക്ഷേ OTT റിലീസാകാൻ ഒരുപാട് ടൈം എടുത്തു. കുറച്ച് സമയം എടുത്ത ശേഷമാണ് വന്നത്. ഇപ്പോൾ പണ്ടത്തെ പോലെ എല്ലാ പടമൊന്നും പെട്ടെന്ന് OTTയിലേക്ക് എടുക്കുന്നില്ലെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അത് വരുന്നില്ല. സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ, പേഴ്സണലി എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം തീരെ മോശമല്ലാത്തൊരു സിനിമയായിട്ടാണ് പേഴ്സണലി ഫീൽ ചെയ്തത്. എന്തുകൊണ്ട് തിയേറ്ററിൽ വിജയം ആയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിലീപ് എന്ന ജനപ്രിയ നായകൻ്റെ ആ ഒരു സ്വീകാര്യത കുറച്ച് കുറഞ്ഞു വരുന്നുണ്ടോ, ആ ഒരു നടി ആക്രമണം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കേസിൽ കുറച്ചൊക്കെ ദിലീപിൻ്റെ പേര് വരികയും അതുകൊണ്ട് അതിന് ശേഷം ആ ഒരു ഇമേജ് കുറച്ച് മാറ്റം വന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ സിനിമയായിട്ട് കാണാൻ നമ്മൾ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നി. ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷേ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം കുറ്റവാളി ആണെങ്കിൽ ശിക്ഷിക്കപ്പെടണം, കോടതി അത് തെളിയിക്കട്ടെ. പക്ഷേ എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത് ഈ സിനിമ വിജയിക്കേണ്ട സിനിമയായിരുന്നു തന്നെയാണ്. സിനിമയിൽ ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ഒരു 10, 15, 20 മിനിറ്റ് കഴിഞ്ഞ്, അല്ലെങ്കിൽ 10, 20 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് കുറേ നമ്മുടെ പറക്കും തളിയിലൊക്കെ കാണുന്ന പോലത്തെ കുറച്ച് കോമഡികളൊക്കെ ഉണ്ട്. ഈ അരിപ്പൊടി തലയിൽ വീണതും മറ്റേ പൂച്ച ചടന്നതും അങ്ങനത്തെ തമാശകളൊക്കെ ഇപ്പം കണ്ടാൽ നമുക്ക് ചിരിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. ചിരിക്കുമെന്ന് സംശയമല്ല, ചിരിക്കില്ല. അത് ഭയങ്കര ബോറാണ്. അത് മാത്രമല്ല, അത് ഭയങ്കര അരോചകമായിട്ടാണ് ഫീൽ ചെയ്തത്. ദിലീപ് ആസ് യൂഷ്വൽ പറക്കും തളി ചെയ്ത പോലെ അതേ തന്മയത്വത്തോടെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ചിരി വരിക എന്നുള്ള ഇത്ര എളുപ്പമല്ല. അപ്പോൾ അതൊക്കെയായിരുന്നു സിനിമയുടെ ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത്. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ സിനിമ ഒരു ട്രാക്ക് പിടിക്കുന്നുണ്ട്. 3 നായകന്മാരാണ്. ജോണി ആൻ്റണി ഉണ്ട്, പിന്നെ രാധിക ശരത് കുമാറുണ്ട്. സിനിമ കൊണ്ടുപോയ രീതിയെല്ലാം നല്ല രസമുണ്ടായിരുന്നു. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഹാഫിൽ എങ്ങനെയാവും എന്ന് നമുക്ക് എങ്ങനെയാവുമെന്ന് കാണാനൊരു ആഗ്രഹമൊക്കെ തോന്നിയ സിനിമ. അവസാനം ചെറിയൊരു ട്വിസ്റ്റ് ഒന്നും സർപ്രൈസ് ഒന്നും പറയണില്ല, പക്ഷേ എന്തൊക്കെയോ ഒരു കൗതുകകരമായിട്ട് എൻഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. സോ തിയേറ്ററിൽ അത്യാവശ്യം വിജയമാകേണ്ട സിനിമയായിരുന്നു. എനിക്കറിയില്ല, നമ്മുടെ ജനപ്രിയ നായകൻ്റെ ജനപ്രിയത കുറച്ച് കുറഞ്ഞു പോയോ എന്നെനിക്കറിയില്ല. എന്തോ സിനിമ അത്ര വർക്കൗട്ടായില്ല. പക്ഷേ എനിക്ക് സിനിമ പേഴ്സണലി ആദ്യത്തെ കുറച്ച് ചളി തമാശകളൊക്കെ ഒഴിച്ചാൽ സിനിമ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി ഫീൽ ചെയ്തത്. മ്യൂസിക് 1-2 പാട്ടുകൾ സൂപ്പറായിരുന്നു. സൂപ്പർ പാട്ടുകൾ 1-2 ഉണ്ട്. ജോണിയാൻ്റെ നന്നായിട്ട് ചെയ്തു. ദിലീപ് പെർഫോമൻസ് പറയുന്നത് ദിലീപ് നന്നായിട്ട് ചെയ്തു. ഞാൻ പറഞ്ഞില്ല, ഈ തമാശകളിലൊക്കെ പുള്ളി ചെയ്തു. പക്ഷെ അതൊന്നും വർക്കൗട്ട് ആവുന്നില്ല എന്നുള്ളതാണ് പ്രോബ്ലം. പിന്നെ ഡയറക്ഷനൊന്നും ഒരു പ്രശ്നമൊന്നും തോന്നില്ല. ഡയറക്ഷനൊക്കെ അടിപൊളിയായിട്ട് തന്നെ പോയി. ദിലീപ് നന്നായിട്ട് ചെയ്തു റോള്. പുതുതായിട്ട് വന്ന് 3 നായകന്മാരുണ്ട്. അതിൽ എല്ലാവരും അത്യാവശ്യം നരകയില്ലാണ്ട് എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമ കൊണ്ടുപോകുന്നത് നല്ല രസമായിട്ടാണ്. ആദ്യത്തെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ രാധിക ശരത് കുമാറിന് അങ്ങനെ ഭയങ്കര വലിയ റോളല്ല, അവർ കുറച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ഫടികം ജോർജിന് ചെറിയ റോളാണ്, ചെറിയ തമാശയ്ക്കുള്ള റോള്. ഒന്ന് കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പേഴ്സണലി അപ്പോൾ കണ്ടു നോക്കൂ, കണ്ടിട്ട് വിശേഷങ്ങൾ അറിയിക്കൂ. പവി ദ കെയർ ടേക്കർ, ദിലീപ് കേന്ദ്ര കഥാപാത്രത്തെ സിനിമ. അപ്പോൾ കണ്ടിട്ട് വിശേഷങ്ങൾ അറിയിക്കൂ. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറൊരു ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ബൈ.